ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖം തന്നെയല്ല എല്ലാവർക്കും. നമ്മളിവിടെ നിന്ന് മുട്ടപ്പണിയാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരാം എങ്ങനെയാണെന്നുള്ളതെന്ന് വിചാരിച്ചിട്ടാട്ടോ. 2 പച്ചമുളകും 4 വല്യുള്ളിയും കുറച്ച് മല്ലിച്ചപ്പും കരിവേപ്പിൻ്റെ ഇലയും അതവിടെ അരിഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ. എനിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചട്ടെ. അതിലേക്ക് പച്ചക്കള്ള പരിപ്പാണ് കേട്ടോ ഈ ഇട്ടിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കടുകാണ് ഇട്ടുങ്ങാണ്ടേ അതോടെ പൊട്ടിച്ചെടുക്കട്ടെ. ഉണ്ടല്ലേ നല്ലോണം ചോന്നതിൻ്റെ ശേഷമേ അതിലേക്കിതാ 2 കരിവേപ്പിൻ്റെ ഇല അരിഞ്ഞ് വെച്ചിന് കേട്ടോ. അത് നമ്മളെ ചെടിമണ്ടായിന് തന്നെയാണ്. പിന്നെ ഇട്ട് പച്ചമുളക്, പിന്നെ ഇതാ ആ ഉള്ളിൻ്റെ അരിഞ്ഞ് വെച്ചത് അതും ഇട്ടിക്കണം കേട്ടോ. അതൊന്ന് നല്ലോണം ചോന്നതിൻ്റെ ശേഷമേ നമ്മൾ ആ അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പിൻ്റെ ഇട്ട് കൊടുക്കണം. അതിൽ കുറച്ച് ആവശ്യത്തിനുള്ളൊരു ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. മാവിൽ നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ഇട്ട് വെച്ചതാണ്. ഇതാ മല്ലിച്ചപ്പിൻ്റെ വയ്ക്കാൻ ഇട്ട് കൊടുത്തു. ഒന്ന് വാടിയതിന് ശേഷം ഓഫാക്കുക. കൂടുതൽ ചോക്കൊന്നും വേണ്ട കേട്ടോ. ഒന്നങ്ങോട്ട് വാടി ആ പച്ചച്ചായ എന്നിട്ട് മാത്രം വാടിയാൽ മതി. ഇത് നമ്മൾ പിന്നെ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ അരച്ച് വെച്ച മാവ് കുറച്ചുണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞിക്കണ്. അപ്പോൾ ഉള്ളത് അങ്ങോട്ട് അങ്ങനെ കാട്ടിയാൽ പിന്നെ ഞേക്ക് ചട്നി ഇതൊന്നും തിരഞ്ഞുകൊണ്ട് കിടക്കണ്ട. കൂട്ടുകാരുടെ ചട്നി അരച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ. തേങ്ങാ ചട്നി നമ്മൾ ചട്നി ഉണ്ടാക്കണ മാതിരിയല്ല. കുറച്ച് പൊട്ടുകടലൊക്കെ കൂട്ടിങ്ങാണ്ട് അരച്ചാൽ അതും കൂട്ടി തിന്നാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ അതിന് മാത്രമൊന്നുമില്ല, കുറച്ചുള്ളൂ. അപ്പോൾ അതാണ് ഉണ്ടാക്കുകയും ചെയ്യുക. എൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരും ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ. അതവിടെ ഒഴിഞ്ഞിക്കണു. മാവ് കണ്ടിങ്ങാണ്ട് ഇളക്കി വെച്ചിക്കണു. ഇത് നമ്മൾ കുറച്ച് നാരങ്ങ പിന്നെ ഇതാക്കിങ്ങാണ്ട് അന്തിക്കത്ത് ബാക്കിയുണ്ട്. അപ്പോൾ അതാണ് നാരങ്ങ പിഴിഞ്ഞാണ്ട് താളിച്ചാന്ന് വിചാരിച്ചാണ്ടേ അതിനാണ്. 2 കടലപ്പരിപ്പ് ഇട്ടിക്കണ്. ഇതാ കുറച്ച് ഉണക്കൽ മുളകും ഇതിലേക്ക് 2 കടുകും ഇട്ടുങ്ങാണ്ട് പൊട്ടിച്ചിങ്ങാണ്ടേ കരിവേപ്പിൻ്റെ ഇല നമ്മളെ ചെടിമ്മ നമ്മളെ തജ്ജൊക്കെ വെയിലുകൊണ്ടേ ഇലക്ക് ഒഴിഞ്ഞിക്കണം. 3-4 തജ്ജുണ്ട്. ചെറിയ ചെറിയ തജ്ജാണ്. ഇതിപ്പോൾ നമ്മൾ അയലോക്കത്തുള്ള വലിയ ഇലയാണ്. അപ്പോൾ ആ ഇല ഒരു ഇതിട്ടൂല. എന്നാലും ഇപ്പോൾ ഒരു കരിവേപ്പിൻ്റെ ഇല ഇടണ്ടേന്ന് ചോദിച്ചാണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതായത് 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിക്കണം കേട്ടോ. നാരങ്ങ പിഴിഞ്ഞ് വെച്ചാൽ അതുകൊണ്ട് വാർന്നു. ഇത് ഞാൻ പിന്നെ ഞങ്ങൾക്ക് കാട്ടി തന്നതാണ്. എന്നാലും നമ്മളതിൻ്റെ കൂട്ടത്തിലാണ് കാട്ടിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഇതിങ്ങനെ വെച്ചിങ്ങാണ്ട് ഇനി തിളപ്പിച്ച് ഊറ്റണീലേറെ നല്ലത് അങ്ങനെ താളിച്ച് വെച്ചാൽ ഇപ്പോൾ തിന്നിട്ട് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കൊണ്ട് ഉണ്ടാവും. എന്നാലും അന്തിക്കത്തെ ചോറ് അങ്ങനെ തന്നെ ബാക്കിയാണ്, ആരും തിന്നാതെ. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ പറ്റണവർക്ക്. നമ്മളേ പണിയാരം ചൂടട്ടെ. മുട്ടപ്പണിയാരം ഇവിടെ അങ്ങനെയാണ് പറയാം കേട്ടോ. ഇത് തന്നെ നമുക്ക് ദോശമാവാക്കി ദോശൻ്റെ മാതിരി അങ്ങനെ ദോശച്ചട്ടിയിലും പാർന്നെടുക്കാം കേട്ടോ. ടേസ്റ്റ് തന്നെയാണ്, അതും ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ ആകുമ്പോൾ അതും ടേസ്റ്റ് തന്നെയാണ്. അത് അതിൻ്റെ ഒരു ടേസ്റ്റ്, ഇത് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നല്ലോണം എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ചട്ടിയിൽ. നമ്മളെ കുയ്യപ്പത്തിൻ്റെ ചട്ടിയാണ്. കുയ്യപ്പത്തിൻ്റെ ചട്ടിൻ്റെ മരത്താണ് നമ്മളിതിൽ കുയ്യപ്പൊന്നും ഇവിടെ കുയ്യപ്പൊന്നും ചൂടലില്ല. കുയ്യപ്പവും നെയ്യപ്പമൊന്നും ഇവിടെ ഇവർക്ക് പറ്റൂല. അപ്പോൾ അതാ ഒന്ന് നോക്കാൻ നിങ്ങൾ നല്ലോണം ആരെടുത്തുങ്ങാണ്ട് നല്ല മട്ടത്തിൽ ഉണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് തിന്നാൻ. ഇത് നമ്മളെ കുറേ കാലമായില്ലേ, ഞാനും തന്നെ നാട്ടിലായിട്ട് അങ്ങനെ അമ്മ അങ്ങനെ ഉപയോഗിച്ചൊന്നുമില്ലേ. ഉമ്മാനെ കൊണ്ട് അതിനൊന്നും കഴിയൂല. അപ്പോൾ അങ്ങനെ കുറേ കാലമായിട്ട് ഇപ്പോൾ ഒന്നങ്ങോട്ട് ശരിയായി കിട്ടാൻ കുറച്ച് പണിയാണ് ചട്ടിന്ന് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ആ ബെല്ലൈക്കനൊന്നുകൂടെ അമർത്തിക്കൊണ്ടി മക്കളെ. നിങ്ങൾ ലൈക്ക് ചെയ്ത് കണ്ട് കാണുകൊണ്ടി മക്കളെ. കാണുന്നോല് സ്കിപ്പ് ചെയ്യാതെ കാണുകൊണ്ടി. വലിയൊരു ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഉള്ളത് സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് തരും മക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.